ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ടോട് കൂടിയ ഒരു ഡിസൈനർ സാരി ബ്ലൗസ് ആണ് തയ്ക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് 1.5 മീറ്റർ ക്ലോത്ത് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഇത് 36 ഇഞ്ച് സൈസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഏതൊരാൾക്കും കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിടുന്നത്. രണ്ടായിട്ട് മാത്രമേ നമ്മൾ ഫോൾഡ് ചെയ്തിടുന്നുള്ളൂ. ഇനി നമ്മൾ ഈ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ 17 ഇഞ്ചാണ്, 16 ഇഞ്ച് നമുക്ക് ലെങ്ത് കിട്ടണം, 1 ഇഞ്ച് സീം അലവൻസ്. അങ്ങനെ നമ്മൾ 17 ഇഞ്ചാണ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ്, നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കിവിടെ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അതുപോലെ തന്നെ 6.5 ഇഞ്ച് നമ്മൾ ആം ഹോളും കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു ഡിസൈനർ രീതിയിലാണ് ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 36 ഇഞ്ചിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 9 ഇഞ്ച് എന്ന് കിട്ടും. പിന്നെ നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ്. അതിപ്പോൾ 1.5 ആണെങ്കിലും മതി. നമ്മളിപ്പം 2 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. ഈ ഭാഗമെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് ആം ഹോളും വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഈ വരച്ചത് ബാക്ക് പോർഷനാണ്. ഇനി നമ്മൾ കറക്റ്റ് ഇവിടെ നിന്ന് 6.5 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് എത്രയാണോ നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത 9 ഇഞ്ച് അത് തന്നെ സെയിം അടയാളപ്പെടുത്തുന്നു. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നു. അതിന് കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗം ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ കോർണറിൽ 1 ഇഞ്ച് തന്നെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി ആം ഹോള് നമ്മൾ ഇതുപോലെ കർവ് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എക്സ്ട്രാ കൊടുത്ത ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴേക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ ബോട്ടം ഭാഗത്തുനിന്ന് വീണ്ടും നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ലാൻ ലൈനും വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് എത്രയാണോ ബാക്ക് പോർഷൻ എടുത്ത ആ സെയിം ലെങ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ നീറ്റായിട്ട് വരച്ച് വെച്ച സീം അലവൻസ് വഴിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഈ ബോട്ടം ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്ററിലും ഈ 3.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എവിടെ അളവ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷം ടോപ്പിൽ നിന്ന് നമ്മളൊരു 10 ഇഞ്ച്, ഒരു 10 ഇഞ്ചാണ്, 10-11 ഇഞ്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 3.5 ഇഞ്ച് വരുന്നിടത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ കറക്റ്റ് കർവ് വരുന്നതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് മുകളിലേക്കൊരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ 10 ഇഞ്ച് വരുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഡിഫറൻസ് ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് ലൈനിങ് ക്ലോത്ത് നന്നായിട്ട് അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. എല്ലാ പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ലൈനിങ് തുണി നമ്മളുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഒരളവ് വ്യത്യാസവും വരാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്താലേ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും. ഇനി നമ്മളുടെ എല്ലാ ഭാഗവും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഈ കർവ് വരുന്നത്, അതായത് ആം ഹോളിൻ്റെ ആ ഭാഗമാണ്, ഇതുപോലെ ഇങ്ങനെ നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം കർവൊക്കെ നല്ല നീറ്റായിട്ട് അവിടെ ആ ടക്കൊക്കെ അവിടെ
നല്ല നീറ്റായിട്ട് ലഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുകയാണ്. നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കിയതിന് ശേഷം നമുക്കൊരു റൗണ്ട് നെക്കാണ്. ഇതുപോലെ ഒരു കർവ് അവിടെ വരച്ചാൽ മതി, അപ്പോൾ അത് റൗണ്ടായി മാറും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ 3 ഇഞ്ച് ലെങ്ത് കൊടുത്തടത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 4 ഇഞ്ച് വരെ നമുക്ക് വേണമെങ്കിലും എടുക്കാവേ. ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഒന്ന് ചെരിച്ച് കൊടുക്കുന്നു. ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു 6 ഇഞ്ച് 6.5 ഇഞ്ച് വരെ നമുക്ക് ലെങ്ത് എടുക്കാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ചെറിയ ഡിഫറൻറ്റോട് കൂടി നമുക്ക് ഈ ഭാഗം ലഭിക്കും. ഇനി നമ്മൾ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആ സെൻറ്റർ കിട്ടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് നമുക്ക് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 2.5 ഇഞ്ചേ നമ്മളിപ്പം കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതാ ഈ 2.5 ഇഞ്ച് നമുക്കിവിടെ ഒരു റൗണ്ട് ആക്കാം. ഇനി നമ്മൾ ആ 2.5 കൊടുത്തടത്ത് നിന്ന് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 1.5 ഇഞ്ച് വിട്ടു ഇങ്ങനെ നമ്മളൊരു ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് നിവർത്തി കഴിയുമ്പോൾ ഇത് തന്നെ നല്ല ക്യൂട്ടായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിനെ 4ആയിട്ട്, ലൈനിങ് ക്ലോത്താണ്, 4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മളുടെ സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് ഓപ്പൺ സൈഡ് ഇങ്ങനെ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് സിമ്പിൾ രീതിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ഭാഗത്തൊരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സീം അലവൻസ് കൂട്ടിയാണ് ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളുടെ മെയിൻ ഫാബ്രിക് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബക്രം അല്ലെ ഇൻ്റർഫേസിങ് എടുക്കുക. എന്നിട്ട് നമ്മളുടെ ആ കറക്റ്റ് ആ നെക്ക് വരുന്ന രീതിയിൽ ഒരു ചെരിച്ച് അല്ലെ നെക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തത് അതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വിഡ്ത്ത് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്തിലേക്ക് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് നമ്മളൊന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മളൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ കുത്തിയതിന് ശേഷമേ പിൻ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. അതിനുശേഷം ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക. നല്ല വശം വെച്ചാണ്, നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഈ ഭാഗം ടേൺ ചെയ്ത് ഇത് കണ്ടോ നല്ല നീറ്റായിട്ട് ലഭിക്കും. ഈ ഭാഗം അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ നെക്കിൻ്റെ ഈ റൗണ്ട് വരുന്നിടം മാത്രം നമ്മൾ നല്ല വശം വഴി ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിക്കും. ഈ ഭാഗം നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ ഈ നെക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങനെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതുപോലത്തെ പ്രസ് ഫൂട്ട് നമുക്ക് മാർക്കറ്റിൽ സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് ഒരു ഹോളുള്ള പ്രസ് ഫൂട്ട് അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന സിബാണ്. സിബ് വെച്ച് കൊടുക്കാനായിട്ട് ഈ സാധാരണ നമ്മളുടെ പ്രസ് ഫൂട്ട് വെച്ച് കൊടുക്കുക. അപ്പം കുറച്ച് വിഡ്ത്ത് കൂടുതലായിട്ട് തോന്നിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രസ് ഫൂട്ട് വാങ്ങിച്ച് സാധാ തയ്യൽ മെഷീനിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ സിബ് വെച്ച് കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ സൈഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമേ. സാധാ പ്രസ് ഫൂട്ടയിലും ചെയ്യാൻ സാധിക്കും, പക്ഷേ അതിനും കുറച്ചുകൂടെ നീറ്റായിട്ട് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിക്കും. ഇങ്ങനെ നമ്മൾ 2 സൈഡിലും അതിൻ്റെ ഓപ്പണിങ്ങിനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുത്താൽ മതി. നല്ല നീറ്റായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഈ ചെയിന് നമ്മുടെ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവേ. ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് കണ്ടോ, ഒട്ടും വിട്ട് നീണ്ടു നിൽക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതാ ഇതുപോലെ പ്രസ് ഫൂട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മളിവിടെ ഒന്ന് ക്ലോസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് പിന്നീടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഇതാ ബാക്ക് പോർഷൻ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ നമ്മളൊരു ലൈനിങ് പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതാ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ കോർണറിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ലൂപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതാ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം എന്താ ഇതിൻ്റെ ഉൾഭാഗം നമുക്കിതാ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഇതിൻ്റെ ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇതാ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് അയൺ ചെയ്യുകയും കൂടെ ചെയ്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ലഭിക്കും. ഇതാ ഇതുപോലെ ഒരു ബട്ടനോട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബാക്ക് പീസിനെ ഇതാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ആ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ 2 പീസ് എടുക്കാം. 2 ഇഞ്ചും 1.5 ഇഞ്ചും ഉള്ളതാണ്. ഇവിടെ നമുക്ക് ഹുക്കും ഐയും വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഉള്ളതാണ്. റോങ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളത്. ഇതിന് നമ്മൾ 2 ഇഞ്ചിൻ്റെ പീസാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി നമുക്കിവിടെ വി ഷേപ്പിൽ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഹുക്കും ഹോളും ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നമ്മളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഫ്രണ്ട് സൈഡിലെ സിബ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഹുക്കും ഹോളും വെച്ച് കൊടുത്തത്. നമ്മൾ വാങ്ങിക്കുന്ന ചെയിന് ഇങ്ങനെ ലൂസായിട്ട് ഊരിയെടുക്കാവുന്ന ടൈപ്പ് ആണെങ്കിൽ ഈ സ്റ്റിച്ചിങ് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അങ്ങനെ ഫ്രണ്ട് സൈഡ് ക്ലോസ് ആയി പോകുന്നത് കൊണ്ടാണ്, അതിൻ്റെ എൻഡ് ക്ലോസ് ആകുന്നു, ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാൻ പാടായതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിലൊരു ഹുക്കും ഹോളും വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഐ വെക്കാനുള്ള പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുക. ഇതിലാണ് നമ്മൾ ആ ഹുക്കിൻ്റെ ഐ വെച്ച് കൊടുക്കേണ്ടത്. ഇനിയും ഇതുപോലെ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വഴി ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഈ സൈഡ് വഴി അങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് സൈഡിലെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മളിതാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവാണ്, ഇത് കറക്റ്റായിട്ട് സ്ലീവ് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നല്ല വശങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. ഈ 1/2 ഇഞ്ച് കട്ട് ചെയ്ത ആ ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ, അതായത് ബ്ലൗസിൻ്റെയും സ്ലീവിൻ്റെയും 1/2 ഇഞ്ച് കട്ട് ചെയ്ത ഭാഗങ്ങൾ ഫ്രണ്ട് സൈഡിൽ വരുന്നത് പോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത്, സൈഡിൽ നിന്നായാലും കുഴപ്പമില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. ഇപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സിബിൻ്റെ ഭാഗം ഒന്ന് ബോട്ടം ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം ഓപ്പൺ ആയി പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈ ഓപ്പണിങ്ങിന് ഇവിടെ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡിൽ
ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ചെയിൻ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ബാക്ക് സൈഡ് ക്ലോസ് ആയി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിലല്ലാത്തതായി പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നമ്മളിതാ ഇതുപോലൊരു പീസ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറച്ചെടുത്ത് നമ്മൾ സാധാരണ ബ്ലൗസിന് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ച് കൊടുത്ത് നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൂടെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്, സ്റ്റിച്ചല്ല ചെയ്യേണ്ടത്. നമ്മൾ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്യുവേ. ഇനി ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗത്ത് ഒരു 5.5 ഇഞ്ചാണ്, അത് എത്രയാണ് നമുക്ക് വേണ്ടത് അത് കൊടുക്കുക. നമ്മളിപ്പോൾ 5.5 കൊടുത്തത്. ഇനിയും 2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്, അതും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ സൈഡ് സ്റ്റിച്ച് നമ്മൾ 2-3 സ്റ്റിച്ചുകൾ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ബ്ലൗസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റോങ് സൈഡാണ്, അകത്തെ സൈഡാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നല്ല വശം ഇതുപോലെ നല്ല നീറ്റായിട്ട് ടക്ക് ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് സിബ് ഇതുപോലെ നമ്മളൊരു ഹുക്കൂടെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2 പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫീഡിങ് മദറിന് ആ രീതിയിൽ വളരെ കംഫർട്ടായിട്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം. കോളേജ് ഗേളിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലും ഇത് ഇട്ട് കഴിയുമ്പോൾ നെക്കൊക്കെ നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്ന നെക്കാണ്. നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പം 2 പർപ്പസ് ഉണ്ട് ഇതിന്, ഈ ബ്ലൗസിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗവും നല്ല നീറ്റായിട്ടാണ്, നല്ല ക്യൂട്ടായിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇത് തയ്ച്ച് നോക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണുക. ഇനി നമ്മളൊരു യൂണിഫോം ബോയ്സിൻ്റെ യൂണിഫോം ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നുണ്ട്, അപ്പോൾ അതും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.